ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ചിന്നു അച്ചേബയുടെ എസ്സേ എടുക്കാൻ ബാക്കിയുള്ളതാണ് ഇപ്പോൾ എടുക്കുന്നത്. മുന്നേ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു, 2-3 പാരഗ്രാഫ് നമുക്ക് വായിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ അതിൽ ആ ഒരു കോളനൈസർ ഹീസ് പ്രിറ്റൻഡിങ് ടു ബി എ പ്രൊട്ടക്റ്റർ അല്ലേ. പിന്നെ അച്ചേബെ കോൾസ് ദിസ് പ്രിറ്റൻഷൻ ആസ് ഷെയിംലെസ് കൈൻഡ് ഓഫ് ഹിപ്പോക്രസി. അവിടുത്തോളാണ് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ അതായത് ആ ഒരു കോളനൈസറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഹിപ്പോക്രസി മാത്രമാണ്, ഒരു പ്രിറ്റൻഷൻ മാത്രമാണെന്നൊക്കെയാണ് ആര് പറയുന്നത്, ചിന്നു അച്ചേബെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ദ ഓതർ ദെൻ ഗോസ് ഓൺ ടു ടോക്ക് അബൌട്ട് ദ വിക്റ്റിം ഓർ ദ കോളനൈസ്ഡ്. ഇനി പറയാൻ പോകുന്നത് ഈ കോളനൈസറിൻ്റെ വിക്റ്റിം, ഇരയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ കോളനൈസ് ചെയ്യപ്പെട്ട ആൾക്കാരെക്കുറിച്ചാണ്. ദ വിക്റ്റിം ലിവ്സ് ഓൺ ആൻഡ് ആക്സെപ്റ്റ് ഹിസ് ഫേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹ്യൂമർ. അതായത് ഈ വിക്റ്റിംസായ നമ്മുടെ ചിന്നു അച്ചബെ പോലുള്ളവർ ദേ lives on this colonized country and they merely accept their fate with the help of humor. ഓക്കെ, അവരൊരു ഹ്യൂമർ രൂപേണയാണ് അവരുടെ വിധി അവർ സ്വീകരിക്കുന്നത്. He then goes on to describe the state of the colonized by giving an example from his mother's life experience. പിന്നെ അദ്ദേഹം ഇങ്ങനെ കോളനി വൽക്കരിക്കപ്പെടുന്നവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ഓൺ മദർ, തൻ്റെ അമ്മയുടെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. In return for her education, she had to work as a domestic servant at her school principal's house. അവരുടെ അമ്മയ്ക്ക് സ്കൂൾ പഠനത്തിൻ്റെ കാലത്ത് തൻ്റെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ പ്രിൻസിപ്പളുടെ വീട്ടിൽ എന്തായി നിൽക്കേണ്ടി വന്നു, ഒരു ഡൊമസ്റ്റിക് സെർവൻ്റായി നിൽക്കേണ്ടി വന്നു. ദാറ്റ് പ്രിൻസിപ്പൽ ഈസ് നോട്ട് എ നാറ്റീവ് ബട്ട് സംവൺ ഫ്രം വെസ്റ്റ്. ഒരു വെസ്റ്റിൽ നിന്ന് വന്ന ഒരു ഫോറിനറായിരുന്നു ഈ ഒരു പ്രിൻസിപ്പൽ. ആ ലേഡി എന്തായിരുന്നില്ല, നാറ്റീവ് ലേഡി ആയിരുന്നില്ല. ആൻഡ് ഹു ഗിവ്സ് a beating for laughing the principal when she tried to speak Igbo language. അതായത് നമ്മുടെ നെറേറ്ററുടെ അമ്മ ഒരു ഇഗ്ബോ ലേഡിയാണ്. അപ്പോൾ അവളോട് സംസാരിക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ ഇഗ്ബോ ലാംഗ്വേജ് യൂസ് ചെയ്തപ്പോൾ അത് തെറ്റായി പോവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ നെറേറ്ററുടെ അമ്മയോട് എന്ത് ചെയ്തു, ചിരിച്ചു പോവാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ ആരെ ബീറ്റ് ചെയ്യാണ്, നമ്മുടെ നെറേറ്ററുടെ അമ്മയെ. By the time Achebe started going to school, native teachers had begun teach, but the system of punishment, like using the rod to beat, remained the same. അതായത് പിന്നെ അച്ചേബെ സ്കൂളിലേക്ക് പോയ സമയത്ത് തൻ്റെ അമ്മയുടെ സ്ഥിതിയിൽ നിന്ന് ചില മാറ്റങ്ങൾ വരികയാണ്. അതായത് ചിന്നു അച്ചേബെ പഠിക്കുന്ന സമയത്ത് അവിടെ നാറ്റീവ് ടീച്ചേഴ്സായിരുന്നു അവർ സ്കൂളുകളിൽ പഠിപ്പിച്ചത്. പക്ഷെ അവരുടെ പണിഷ്മെൻറ്റിൽ എന്തുണ്ടായിരുന്നില്ല, വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു, ആ ഒരു വടികൾ കൊണ്ടും കയറുകൾ കൊണ്ടൊക്കെ കുട്ടികളെ അടിക്കുന്ന, പണിഷ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പണിഷ്മെൻറ്റ് അപ്പയും അവിടെ നിലനിന്നു എന്നാണ് പറയുന്നത്. The narrator then recalls the memories of different photos, posters and pictures hung up on the walls of his house and the colonial impact on his young mind. പിന്നെ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഹാങ് ചെയ്യപ്പെട്ട പിക്ചേഴ്സ്, ഫോട്ടോസ്, അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. അതൊക്കെ അവരുടെ കൊളോണിയൽ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ചെറിയ മനസ്സിലേക്ക് ഉണ്ടാക്കുകയാണ്. അതായത് ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ഓർമ്മ വന്നു, ആ കൊളോണിയൽ ഇമ്പാക്റ്റ് തൻ്റെ യങ് മൈൻഡിലേക്ക് വരികയാണ്. ഹി ദെൻ ടോക്സ് ഓഫ് how distinctly creeped into their lives the native culture and how it was different from their native tradition, ഫെസ്റ്റിവൽ കൾച്ചർ. പിന്നെ അദ്ദേഹം പറയുന്നത് അവരുടെ ഈ ഒരു ലൈഫ്, ഈ കോളനൈസ്ഡ് ചെയ്യപ്പെട്ട ലൈഫ് എത്രമാത്രം ഡിഫറെൻ്റ് ആണ് ഫ്രം ദ നാറ്റീവ് കൾച്ചർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദർ നാറ്റീവ് ട്രഡീഷൻ, ഫെസ്റ്റിവൽസ് ആൻഡ് കൾച്ചർ. ഹി നോട്ട്സ് ദാറ്റ് ഹൗ ക്രിസ്ത്യാനിറ്റി ക്രീപ്ഡ് ഇൻ ടു ദെയർ ലൈഫ്സ് ആണ്. പിന്നെ അദ്ദേഹം ഓർമ്മിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എങ്ങനെ അവരുടെ ലൈഫിലേക്ക് വന്നു,
അത് അവരുടെ നാറ്റീവ് കൾച്ചറിൽ നിന്നും നാറ്റീവ് ട്രഡീഷനിൽ നിന്നും ഫെസ്റ്റിവലിൽ നിന്നും കൾച്ചറിൽ നിന്നും ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനിറ്റി ഡിവൈഡ് ദെയർ വില്ലേജ് ഇൻ ടു 2 സെക്ഷൻ ഓഫ് പീപ്പിൾ. ആ ക്രിസ്ത്യാനിറ്റിയുടെ വരവോടുകൂടി അവരുടെ വില്ലേജിനെ 2 സെക്ഷൻ ഓഫ് പീപ്പിളായി ഡിവൈഡ് ചെയ്യുകയാണ്. One section was considered to be the people of church, the other section was taken as the people of world. അതായത് 2 സെക്ഷനായി ജനങ്ങളെ എന്ത് ചെയ്തു? ക്രിസ്ത്യാനിറ്റി ഡിവൈഡ് ചെയ്തു. 1 സെക്ഷൻ എന്ന് പറയുന്നത് ദ പീപ്പിൾ ഓഫ് ചേർച്ച് എന്നും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് വേൾഡ് എന്നുമായിരുന്നു. ബട്ട് ഡെസ്പൈറ്റ് ദിസ് ഡിവൈഡ് ദേ സ്റ്റിൽ എൻജോയ്ഡ് ഈച്ച് അതേഴ്സ് ട്രഡീഷൻ ആൻഡ് ഫെസ്റ്റിവൽ ആൻഡ് ദ ക്രിസ്ത്യൻ സെലിബ്രേറ്റഡ് ക്രിസ്മസ്, ഈസ്റ്റർ ആൻഡ് എംപയർ ഡേ ഓൺ ദ 24th മെയ് ആൻഡ് ആനിവേഴ്സറി ഓൺ ദ 27th ജൂലൈ. പക്ഷെ ഇങ്ങനെ എന്ത് ചെയ്യപ്പെട്ടെങ്കിലും അവരെ സെക്ഷനായി ഈ ഒരു ക്രിസ്ത്യാനിറ്റി മാറ്റിയെങ്കിലും അവരെന്ത് ചെയ്തു? ഓരോരുത്തരും അവരുടെ ട്രഡീഷനും അവരുടെ ഫെസ്റ്റിവലും എന്ത് ചെയ്തു? എൻജോയ് ചെയ്തു. ക്രിസ്ത്യൻസിന് ക്രിസ്മസ് ആയാലും അല്ലെ എംപയർ ഡേ ആയാലും ഈസ്റ്റർ ഡേ ആയാലും ഒക്കെ അവരെന്ത് ചെയ്തു? അവരുടെ ഫെസ്റ്റിവൽ വളരെ നന്നായി എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ദ ഓതർ ദെൻ നെറേറ്റ്സ് ഹിസ് മെമ്മറി ഓഫ് ദ എംപയർ ഡേ സെലിബ്രേഷൻ വിച്ച് ഈസ് ദ ബർത്ത്ഡേ ഓഫ് ദ ക്യൂൻ വിക്ടോറിയ. പിന്നെ നമ്മുടെ നെറേറ്റർ ഓർമ്മിക്കുന്നത് എംപയർ ഡേ എന്ന് പറയുന്ന എംപയർ ഡേ സെലിബ്രേഷനെ കുറിച്ചാണ്. അത് ആരുടെ ബർത്ത്ഡേക്കാണ്? വിക്ടോറിയ, ക്യൂൻ വിക്ടോറിയയുടെ ബർത്ത്ഡേക്ക് സെലിബ്രേഷനായി നടത്തപ്പെടുന്ന എംപയർ ഡേ സെലിബ്രേഷനെ കുറിച്ചാണ് പിന്നെ അദ്ദേഹം പറയുന്നത്. ഇൻ ഹിസ് സ്കൂൾ ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്കൂൾ വിച്ച് ഫോളോഡ് ദ സെലിബ്രേഷൻ. അതായത് സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള സെലിബ്രേഷൻ ചെയ്യപ്പെട്ടു. സ്പോർട്സ് ഡേയുടെ സമയത്തൊക്കെ, സ്പോർട്സ് കോമ്പറ്റീഷൻ്റെ സമയത്തൊക്കെ. ആൻഡ് ഹി വാസ് ക്വൈറ്റ് എ ഗുഡ് സ്റ്റുഡൻറ്റ് ആസ് ഫാർ ആസ് ഹിസ് സ്കൂൾ വർക്ക് വാസ് കൺസേൺ. പിന്നെ അദ്ദേഹം നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു തൻ്റെ സ്കൂൾ വർക്കുകളൊക്കെ നോക്കുമ്പോൾ. ആൻഡ് വാസ് നിക് നെയിംഡ് ദ ഡിക്ഷണറി ബൈ ഹിസ് ഫ്രണ്ട്. അദ്ദേഹത്തെ എന്തായി അറിയപ്പെട്ടു? ഡിക്ഷണറി എന്നാണ് വിളിക്കപ്പെട്ടത്. ഹൗവർ ഹി അഡ്മിറ്റ് ദാറ്റ് ഹി വാസ് നോട്ട് സോ good at sports and games but he was not a good deal in his culture anyway. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഡിക്ഷണറി എന്ന് നിക് നെയിമിൽ അറിയപ്പെടുകയും പിന്നെ അദ്ദേഹം സ്പോർട്സിലും ഗെയിമിലും എന്തായിരുന്നില്ല, അത്രയും എക്സ്പേർട്ട് ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൾച്ചർ ഡീല് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം എക്സ്പേർട്ടായിരുന്നു. ഹി ദെൻ നെറേറ്റ്സ് ഇൻ ഡീറ്റെയിൽ 2 മെമ്മറീസ് ഫ്രം ഹിസ് ട്രിപ്പ്. പിന്നെ അദ്ദേഹം തൻ്റെ ട്രിപ്പിലുണ്ടായത് 2 മെമ്മറീസ് ഓർമ്മിക്കുകയാണ്. ടു ഒണീഷ ഓൺ ഹിസ് എംപയർ ഡേ, അല്ലെ ഒണീഷ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ എംപയർ ഡേയുടെ സമയത്തുള്ള ട്രിപ്പിനെ കുറിച്ച്. ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ഇൻ ഹിസ് മൈൻഡ്. വൺ ഈസ് ദാറ്റ് ഹി ഫെൽ ഹി വാസ് ഓൾ ഫ്രീ ഇൻ എ ബിഗ് സിറ്റി ലൈക്ക് ഒണീഷ ആൻഡ് ഹാഡ് മണി ഇൻ ഹിസ് പോക്കറ്റ് ടു. അതായത് ഒണീഷയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് അവിടെ അദ്ദേഹം വളരെ ഫ്രീ ആണെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ടെന്നൊക്കെ അദ്ദേഹത്തിന് അന്ന് അല്ലാത്ത ഒരു ഫീൽ ചെയ്തൊരു സമയമായിരുന്നു അത്. ബോത്ത് ദ ഫ്രീഡം ആൻഡ് മണി ടുഗെദർ മെയ്ഡ് ഹിം ഫീൽ സോ പ്രൗഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ പണവും അദ്ദേഹത്തിൻ്റെ ഫ്രീഡവും അദ്ദേഹത്തെ എന്ത് ചെയ്തു? മേക്ക് ഹിം പ്രൗഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. The next event Achebe talks of is the anniversary which was held every year on the 27th July as an annual commemoration of the coming of the gospel to Igbo community. പിന്നെ രണ്ടാമത്തെ അദ്ദേഹം ടോക്സ് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ജൂലൈ 27 നടത്തുന്ന അവരുടെ ആനിവേഴ്സറിയാണ്. അതായത് കോമെമ്മൊറേഷൻ ഓഫ് ദ ഗോസ്പൽ, ദ കമ്മിങ് ഓഫ് ദ ഗോസ്പൽ. അതായത് ആ ഒരു ക്രിസ്ത്യൻ നിയമപ്രകാരമുള്ള അവരുടെ ആ ഒരു ഗോസ്പൽ എന്നുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി അല്ലേ എല്ലാ വർഷവും ജൂലൈ 27 നടത്തുന്ന ഒരു ആനിവേഴ്സറിയെക്കുറിച്ചും ഇഗ്ബോ കമ്മ്യൂണിറ്റിക്കിടയിലുള്ള ആനിവേഴ്സറിയെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിക്കുന്നു. ഹി ദെൻ ഗോസ് ഓൺ ടു എന്യൂമറേറ്റ് എ ന്യൂ religious and answer about Christianity which was taught to pre-school children in those days. പിന്നെ പ്രീ സ്കൂൾ ചിൽഡ്രനെ പഠിപ്പിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതായത് റിലേറ്റഡ് ടു ദ ക്രിസ്ത്യാനിറ്റി, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് however Achebe escaped from this training and was given training at a time by reading portion from the Bible daily since the Second World War began.
while Achebe was just primary education took place against the background of the war. അതായത് പക്ഷേ ഈ ഒരു പ്രീ സ്കൂൾ ലേണിങ്ങിൽ നിന്ന്, അതായത് കുട്ടികളെ ബൈബിള് എന്താ പറയുക, ബൈബിളിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന, അതായത് പോർഷൻസ് വായിപ്പിക്കുന്ന ആ ഒരു ട്രെയിനിങ്, അതിൽ നിന്നൊക്കെ ആര് രക്ഷപ്പെട്ടിരുന്നു? അച്ചേബെ തൻ്റെ പ്രീ സ്കൂൾ സമയത്ത് രക്ഷപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. He realized the impact of the war on Africa when his art teacher was enlisted to the armed service by 2 white people. പിന്നെ അദ്ദേഹം ഓർമ്മിക്കുകയാണ് ആഫ്രിക്കയിൽ എന്തിൻ്റെ വാറിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമായിരുന്നു എന്ന് വെച്ചാൽ തൻ്റെ ആർട്ട് ടീച്ചറെ എന്ത് ചെയ്യപ്പെട്ടു? അദ്ദേഹം പറയുകയാണ് അവരെ ആർമിയിലേക്ക് പേര് ചേർക്കപ്പെട്ടു ബൈ 2 വൈറ്റ് പീപ്പിൾ. അപ്പോഴാണ് അദ്ദേഹം എന്തിനെക്കുറിച്ച്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പ്രോബ്ലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം അറിയുന്നത്. ആൻഡ് ഹൗ ഹി ജോയിൻഡ് ദ ഗവൺമെൻറ് കോളേജ് ആൻഡ് അറൗണ്ട് ദിസ് ടൈം ദ സെക്കൻഡ് വേൾഡ് വാസ് ബിഗാൻ ആൻഡ് ദ ഗവൺമെൻറ് കോളേജ് ഹുമ വാസ് ക്ലോസ്ഡ് ഡൗൺ. പിന്നെ അദ്ദേഹം ഗവൺമെൻറ് കോളേജ് ഹുമയ എന്ന് പറയുന്ന ഗവൺമെൻറ് കോളേജിൽ ജോയിൻ ചെയ്യുകയും ആ സമയത്ത് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങി ഗവൺമെൻറ് കോളേജ് അടച്ചുപൂടപ്പെടുകയും ചെയ്യുകയാണ്. സോ ദാറ്റ് ഇറ്റ്സ് ബിൽഡിംഗ് കുഡ് ബി യൂസ്ഡ് ആസ് എ പ്രിസൺ ഓഫ് ദ വാർ ക്യാമ്പ് ഫോർ ദ ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ സിറ്റിസൺ. ഇറ്റാലിയൻ ആൻഡ് ജർമ്മൻ സിറ്റിസണിന് അതൊരു പ്രിസണായി യൂസ് ചെയ്തു. അതായത് ഈ യുമഹ എന്ന് പറയുന്ന അവരുടെ ഈ ഒരു ഗവൺമെൻറ് കോളേജ് പിന്നെ ഒരു പ്രിസണായിട്ടായിരുന്നു യൂസ് ചെയ്തത്. ബട്ട് ബിഫോർ ദ വാർ ended itself, the college reopened to the impact education. Then he points out about, അതായത് പക്ഷേ വാർ കഴിയുന്നതിന് മുന്നേ തന്നെ എന്ത് ഓപ്പൺ ചെയ്തു? കോളേജ് ഓപ്പൺ ചെയ്തു. പിന്നെ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ലോഗോ, ആ ഒരു കോളേജിൻ്റെ ലോഗോയെക്കുറിച്ചാണ്. ആ ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പെയർ ഓഫ് ടോർച്ചസ് ആണ് അല്ലേ. അതായത് ഒരു പെയർ ഓഫ് ടോർച്ച് ആയിരുന്നു അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത്, ആ ഒരു കോളേജിൻ്റെ. 1 black 1 white ഷൈനിങ് ടുഗെദർ സൈലൻ്റ്ലി. ആ ടോർച്ചിലെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ബ്ലാക്കും ഒരു ലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റുമാണ്. രണ്ടും എന്ത് ചെയ്യാണ്? ദേ വർ ഷൈനിങ് ടുഗെദർ, ഒന്നിച്ച് കത്തുകയാണ് സൈലൻ്റ്ലി. ദ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ദിസ് ലോഗോ വാസ് സെറ്റപ്പ്. ആൻ ഓസ്ട്രേലിയൻ ടീച്ചർ ആഡഡ് എ മോട്ടോ ടു ഇറ്റ്. എന്താണ്? ഇൻ അൺമുലേറ്റ് സിൻ ആൻഡ് വിച്ച് ട്രാൻസ്ലേറ്റ് വി മേ ഷൈൻ ആസ് വൺ. അതായത് അവരുടെ ഇഗ്ബോ ലാംഗ്വേജിൽ ഒരു വേർഡും അവിടെ എന്ത് ചെയ്തു? ഒരു ഓസ്ട്രേലിയൻ ടീച്ചർ ആഡ് ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു ഓസ്ട്രേലിയൻ ടീച്ചർ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഈ ഒരു ലോഗോയ്ക്കൊപ്പം ഒരു മോട്ടോ കൂടി ആഡ് ചെയ്തു. ആ മോട്ടോയ്ക്ക് അർത്ഥം എന്തായിരുന്നു എന്ന് വെച്ചാൽ വി മേ ഷൈൻ ആസ് വൺ. അതായത് നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യും? ഒന്നിച്ച് ഷൈൻ ചെയ്യും, വെദർ ഇറ്റ് ഈസ് ബ്ലാക്ക് ഓർ വൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ലെങ്തി ആയ എസ്സേയാണ്, അപ്പോൾ വളരെ ഷോർട്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഇത് മാത്രം പഠിച്ചിട്ട് എന്ത് ചെയ്യുക? എസ്സേക്ക് എഴുതുക. ഓക്കെ, താങ്ക് യു.